ജീവിതമാണ് ലഹരി എന്ന സന്ദേശം യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ പഞ്ചായത്തിലും കളിസ്ഥലങ്ങൾ സജീവമാകണമെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ പുതുതായി ആരംഭിച്ച 3 കോഴ്സുകളുടെ പ്രഖ്യാപനവും പ്രവേശനോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്നും ഈ സന്ദേശം യുവാക്കളിലേക്ക് എത്തിക്കുന്നതിന് ഓരോ പഞ്ചായത്തിലും കളിസ്ഥലങ്ങൾ ഉണരണമെന്നും യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ പുതിയതായി ആരംഭിച്ച BSc ഹോട്ടൽ മാനേജ്മെന്റ്, BPES, BSW കോഴ്സുകളുടെ പ്രഖ്യാപനവും പ്രവേശനോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കോഴ്സുകളുടെ പ്രഖ്യാപനം മാത്രമല്ല, 50 വർഷം ഈ ക്യാമ്പസ് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച സമയത്ത്, സ്വാഗതം ആശംസിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഈ ക്യാമ്പസിൻ്റെ വിവിധ തലങ്ങളിലെ ഘട്ടങ്ങളിൽ സ്പോൺസർഷിപ്പൊക്കെ നൽകിയ പല പേരുകളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ഈ മാളയുടെ പരിസര പ്രദേശങ്ങളിലുള്ള സകലമാന മില്ലിനേഴ്സും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ കോളേജിൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലും സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമില്ല. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളൊന്ന് സഹകരിക്കാൻ തീരുമാനിച്ചാൽ തന്നെ കോളേജിന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ദേവമാതാ സീമയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട കോളേജുകളാണ് ക്രൈസ്റ്റും സെന്റ് അലോഷ്യസും ഒക്കെ. സുവർണ ജൂബിലി കവാടത്തിന്റെയും മിസ്റ്റിക്കൽ ഫൗണ്ടേഷന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പുതുതായി സ്ഥാപിച്ച സെന്റ് തെരേസയുടെ രൂപത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ ജോസ് നന്ദിക്കര നിർവഹിച്ചു. ദേവമാതാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കാപ്പറമ്പിൽ, കോളേജ് വികസന സമിതി ചെയർമാൻ പ്രൊഫസർ MG ടോമി, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി കാഞ്ഞുത്തറ, ജിഷ ജോഫി, കോളേജ് യൂണിയൻ ചെയർമാൻ ദേവാനന്ദ് DM, കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ, സ്റ്റാഫ് സെക്രട്ടറി PK ശ്രുതി എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൺസ് ലിഗോരി TO വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ തൂഫാൻ പ്രചരണത്തിനായി രൂപീകരിച്ച കോളേജ് യോദ്ധാക്കളുടെ ടീമിന്റെ ദീപശിഖ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. കോളേജിന് എൻഡോമെന്റ് നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ ടൈം, മാള.